ഇംഗ്ലീഷ് ഗ്രാമറാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത്. ആദ്യം നമ്മൾ സിമ്പിൾ പ്രസൻ്റ് ആണ് നോക്കുന്നത്. അപ്പോൾ ഇംഗ്ലീഷിൽ എങ്ങനെയാണ് സിമ്പിൾ പ്രസൻറ്റ് യൂസ് ചെയ്യുക, എപ്പോഴാണ് സിമ്പിൾ പ്രസൻറ്റ് യൂസ് ചെയ്യുക എന്നൊക്കെ നമ്മൾ ഈ വീഡിയോ കഴിയുമ്പോഴേക്കും നമ്മൾ പഠിക്കും. ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഇപ്പം നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് സിമ്പിൾ പ്രസൻറ്റിൽ നമ്മൾ സംസാരിക്കുക. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മളിപ്പോൾ കേരളത്തിലല്ല വേറൊരു രാജ്യത്താണെന്ന് വിചാരിക്കുക. അപ്പോൾ അവിടുന്ന് ഒരാൾ നമ്മളോട് ചോദിക്കുക, നിങ്ങൾ ചപ്പാത്തിയാണോ കഴിക്കുക? അപ്പോൾ നമ്മൾ പറയുക, അയ്യോ ഇല്ല, ഞാൻ ചോറാണ് കഴിക്കുക. അപ്പോൾ അതെങ്ങനെ പറയുക, ഞാൻ ചോറാണ് കഴിക്കുക എന്ന്? ഐ ഈറ്റ് റൈസ്. ഐ എന്ന് വെച്ചാൽ ഞാൻ, ഈറ്റ് കഴിക്കുക, എന്ത്? റൈസ്. അപ്പോൾ ആ സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ മനസ്സിലായില്ലേ? ആദ്യം ആരാണ് ചെയ്യുന്നത്? ഇവിടെ ഞാനാണ്, അതുകൊണ്ട് ഞാൻ, ഐ വന്നു. പിന്നെ എന്താണ് ചെയ്യുന്നത്? ഭക്ഷണം കഴിക്കുക അല്ലെങ്കിൽ റൈസ് കഴിക്കുക. അപ്പോൾ കഴിക്കുക എന്നുള്ളതാണ് വേർബ്. വേർബ് എന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയാണ് വേർബ്. അപ്പോൾ എന്താ ചെയ്യുന്നതെന്നാണ് ഐ കഴിഞ്ഞിട്ട് വരേണ്ടത്, ഈറ്റ്. ഇനി എന്താണ് കഴിക്കുന്നത്? റൈസ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആ എന്താ കഴിക്കുന്നത് എന്നുള്ള ഡീറ്റെയിൽസൊക്കെ വരും. ഇനിയിപ്പോൾ ഞങ്ങൾ റൈസാണ് കഴിക്കുക എന്നെങ്ങനെയാണ് പറയുക? വി ഈറ്റ് റൈസ്. ഞങ്ങൾ ചോറ് കഴിക്കുന്നു. വി ഈറ്റ് റൈസ്. ഇനി നിങ്ങൾ ചോറ് കഴിക്കുന്നു, അതെങ്ങനെയാണ് പറയുക? നിങ്ങൾ എന്നുള്ളതിന് യു. യു ഈറ്റ് റൈസ്. ഇവിടെ ഐ, യു, വി ഇതിൻ്റെയൊക്കെ കൂടെ നമ്മൾ എന്താ ഉപയോഗിച്ചത്? ഈറ്റ്. ഇനി ശ്രദ്ധിക്കേണ്ടത്, അവൻ ചോറ് കഴിക്കുന്നു. ഇതെങ്ങനെ പറയും? അവൻ എന്നുള്ളതിന് എന്താ ഇംഗ്ലീഷിൽ പറയുക? ഹി. ഹി ഈറ്റ്സ് റൈസ്. ഈറ്റ് അല്ല, ഈറ്റ്സ്. അപ്പോൾ ഇതെങ്ങനെയാ? ഈറ്റാണോ ഈറ്റ്സ് ആണോ എന്ന് മനസ്സിലാക്കുക. സിംഗുലർ ആണ് നമ്മൾ പറയുന്ന ആളെങ്കിൽ. അപ്പോൾ ഇവിടെ ഹി. ഹി എന്ന് വെച്ചാൽ ഒരാളല്ലേ, അവൻ. അവൻ ഒരാളല്ലേ, സിംഗുലർ ആയതുകൊണ്ട് നമ്മൾ ഈറ്റിൻ്റെ കൂടെ എസ് ചേർക്കും, ഈറ്റ്സ്. ഇപ്പോൾ അവൻ പാടുന്നു എന്നെങ്ങനെ പറയും? ഹി സിങ്സ്. അല്ലെങ്കിൽ അവൾ പാടുന്നു എന്നെങ്ങനെ പറയും? ഷീ സിങ്സ്. എപ്പോഴും വേർബിൻ്റെ കൂടെ എസ് വരും. അപ്പം നിങ്ങൾ ചോദിക്കും, ഐ ഈറ്റ്സ് അല്ലല്ലോ നേരത്തെ പറഞ്ഞേ, ഐ ഈറ്റ് അല്ലേ? ഈ ഐയും യുവും ഒരു സ്പെഷ്യൽ കേസായിട്ട് എപ്പോഴും മനസ്സിൽ വെക്കണം. ഐയും യുവും സിംഗുലർ ആണെങ്കിലും എപ്പോഴും പ്ലൂറലിൻ്റെ പോലെയാണ് നമ്മൾ വേർബ് ഉപയോഗിക്കുക. ഈറ്റ്സ് അല്ല, ഈറ്റാണ് പറയുക. അപ്പോൾ ഒന്നുകൂടെ പറയാൻ, കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, ഐ ഈറ്റ്, ദേ ഈറ്റ്, ഷീ ഈറ്റ്സ്, ഹി ഈറ്റ്സ്. ഇപ്പോൾ കാര്യം മനസ്സിലായി എന്ന് വിചാരിക്കണു. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, യു എന്നുള്ളത് നിങ്ങൾ, കുറേ ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ ആവാം, അല്ലെങ്കിൽ നീ, ഒരാളുണ്ടെങ്കിൽ നീന്നും ആവാം. അപ്പോൾ യു വരുമ്പോൾ ഒരാളാണോ ഇനി കൂടുതൽ ആൾക്കാരാണോ എന്ന് വെച്ചിട്ട് അത് വ്യത്യാസപ്പെടുമോ? ഇല്ല. എപ്പോഴും യുവിൻ്റെ കൂടെ ഈറ്റാണ് വരിക, അതായത് ഈറ്റ്സ് അല്ല വരിക. അപ്പോൾ ഈറ്റ് എന്ന് പറയുന്നത് ഞാനൊരു വേർബ് ഉദാഹരണം പറഞ്ഞതാണ്. നിങ്ങൾ ടോക്ക് എന്നുള്ള വേർഡ് ഉപയോഗിക്കുകയാണെങ്കിൽ, വേർബ് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾ യു ടോക്ക്, അതായത് യു ടോക്സ് എന്നല്ല. ഏത് വേർബ് എടുത്താലും അതിൻ്റെ കൂടെ എസ് ചേർക്കരുത്. യുവിൻ്റെ കൂടെ, ഐൻ്റെ കൂടെ, വീൻ്റെ കൂടെ, ദേൻ്റെ കൂടെ, പ്ലൂറലിൻ്റെ കൂടെയൊക്കെ. ഇനി രാജു തിന്നുന്നു, ഇതെങ്ങനെ പറയും? രാജു ഈറ്റാണോ ഈറ്റ്സ് ആണോ? അതെങ്ങനെ നമുക്ക് മനസ്സിലാവുക? രാജു എത്ര പേരുണ്ട്? ഒരാൾ. അപ്പോൾ ഈറ്റാണോ ഈറ്റ്സ് ആണോ വരിക? സിംഗുലർ ആണെങ്കിൽ എസ് ചേർക്കുക. സിംഗുലർ ആണോ? അതെ. അപ്പോൾ ഈറ്റ്സ്. ഇപ്പോൾ ഈ ടെക്നിക്ക് മനസ്സിലായില്ലേ? ഇനി നമ്മൾ കുറച്ച് എക്സാമ്പിൾസ് നോക്കും. അപ്പോൾ നിങ്ങൾ ആദ്യം ഈ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അതിൻ്റെ ഒപ്പം നിങ്ങൾ ഒന്ന് എങ്ങനെയായിരിക്കും എന്ന് ആലോചിക്കുക. അതിനുശേഷം ഈ ഉത്തരം ശരിയാണോ എന്ന് നോക്കുക. തെറ്റിയിട്ടുണ്ടെങ്കിൽ തെറ്റിയ ആൻസർ കറക്റ്റ് ചെയ്യാം. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് അബദ്ധത്തിൽ ശരിയാവുമോ എന്നുള്ളത് നോക്കരുത്. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ഒരിക്കലും പഠിക്കില്ല. കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിലും കറക്റ്റായിട്ട് അത് പറയാൻ ശ്രമിക്കുക. തെറ്റ് ചിലപ്പോൾ വരാം, അപ്പോൾ തെറ്റെന്താണെന്ന് നോക്കി തിരുത്തുക. ഇങ്ങനെ ഒരു 10-20 എക്സാമ്പിൾസ് ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് ഭയങ്കര എളുപ്പമായിട്ട് അത് നാച്ചുറലി കറക്റ്റ് ആൻസർ വരാൻ തുടങ്ങും. രാജുവും മായയും കഴിക്കുന്നു, എങ്ങനെ പറയും? രാജു ആൻഡ് മായ ഈറ്റ് ആണോ ഈറ്റ്സ് ആണോ? ഇവിടെ 2 പേരുണ്ട്, അപ്പോൾ സിംഗിൾ അല്ല, സിംഗുലർ അല്ല, അപ്പോൾ എസ് വേണ്ട. രാജു ആൻഡ് രാധ അല്ലെങ്കിൽ രാജു ആൻഡ് മായ ഈറ്റ്. ഇപ്പോൾ സിമ്പിൾ പ്രസൻറ്റിൽ സിമ്പിളായിട്ട് സെൻറ്റൻസസ് ഉണ്ടാക്കാൻ മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എപ്പോഴൊക്കെയാണ് സിമ്പിൾ പ്രസൻറ്റ് യൂസ് ചെയ്യുക എന്നുള്ള കുറച്ച് സെനേറിയോസ് നമുക്ക് നോക്കാം. റിപ്പീറ്റഡ് ആക്ഷൻസ് വരുമ്പോൾ, എന്ന് വെച്ചാൽ നമ്മളൊരു കാര്യം പലതവണ ചെയ്യുന്നുണ്ടാവും അല്ലേ? ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഞാൻ എന്നും സ്കൂളിൽ പോവും, അല്ലെങ്കിൽ എൻ്റെ കുട്ടി എന്നും സ്കൂളിൽ പോവും. അപ്പോൾ എങ്ങനെ പറയും? മൈ സൺ
വേർബ് എന്താ? പോവും. പോവും എന്നുള്ളതിന് ഇംഗ്ലീഷിൽ എന്താ പറയുക? ഗോ. ഇവിടെ മൈ സൺ എത്ര ആളാ? ഒരാൾ. അപ്പം മൈ സൺ ഗോസ്. എസ് വേണം. ഈ ഗോ GO വെറുതെ എസ് ചേർത്താൽ GOS എന്നാണ് വരിക. അത് ശ്രദ്ധിക്കേണ്ടത് GOES എന്നാണ് ഗോസിൻ്റെ സ്പെല്ലിങ്. മൈ സൺ ഗോസ്. ഇനി എന്താ എവിടേക്കാണ് പോകണമെന്നുള്ള കാര്യം പറയാം. ടു സ്കൂൾ. അപ്പോൾ എല്ലാ ദിവസവും ചെയ്യുന്ന കാര്യങ്ങൾക്ക് നമ്മൾ പ്രസൻറ്റ് ടെൻസ് ഉപയോഗിക്കും. പിന്നെ ജനറൽ ഫാക്ട്സ് എന്തെങ്കിലും പറയുകയാണെങ്കിൽ ഫാക്ട്സ് എന്തൊക്കെയാണ്? സൂര്യൻ കിഴക്കാണ് ഉദിക്കുന്നത്. അത് എല്ലാ ദിവസവും കിഴക്ക് തന്നെയല്ലേ ഉദിക്കുന്നത്. അപ്പോൾ അതൊരു ഫാക്റ്റാണ്. അപ്പോൾ എങ്ങനെ പറയും? ദ സൺ ഉദിക്കുക എന്നുള്ളതിന് എന്താ പറയുക? റൈസ്. ഇവിടെ സൺ എത്ര ആൾക്കാരുണ്ട്? ഒരാളാണോ മൾട്ടിപ്പിൾ ആൾക്കാരാണോ? ഒരാളല്ലേ ഉള്ളൂ സൺ എന്ന് പറഞ്ഞാൽ. അപ്പോൾ സിംഗുലറാണ്. അപ്പോൾ എസ് ചേർക്കണം. ദ സൺ റൈസസ് എവിടെയാണ്? കിഴക്ക്. കിഴക്കിന് എന്താ പറയുക? ഈസ്റ്റ്. കിഴക്കിൽ എന്ന് പറയാൻ ഇൽ എന്ന് പറയുന്നെങ്കിൽ ഇന്ന് ചേർക്കണം. അത് ഇംഗ്ലീഷിൽ ചില സമയത്ത് ഇല്ലിന് ഇന്നല്ല വരിക. പക്ഷെ പൊതുവെ ഇന്ന് വെച്ചിട്ട് നമുക്ക് ഇൽ, കിഴക്കിൽ അല്ലെങ്കിൽ വീട്ടിൽ എന്നൊക്കെ പറയാൻ ഇൻ ഉപയോഗിക്കാം. അപ്പോൾ അത് എക്സെപ്ഷൻസ് ഉണ്ട്. ആ എക്സെപ്ഷൻസ് നമുക്ക് സ്പെഷ്യലായിട്ട് പഠിക്കാം. ഇപ്പോൾ നമ്മുടെ സെൻറ്റൻസ് എങ്ങനെയാണ്? ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്. സൂര്യൻ കിഴക്ക് ഉദിക്കുന്നു. പിന്നെ വേറൊരു കേസിൽ എപ്പോഴാണ് ഉപയോഗിക്കുക എന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള അറേഞ്ച്മെൻറ്റ്സ് അല്ലെങ്കിൽ ഒരു ഷെഡ്യൂൾ ഉണ്ട്. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ബസ് എല്ലാ ദിവസവും ഞായറാഴ്ച തൃശ്ശൂർ വരെ പോവും. അപ്പോൾ എങ്ങനെയാണ് പറയുക? ഈ ബസ് എല്ലാ ഞായറാഴ്ചയും തൃശ്ശൂർ പോവും. ദിസ് ബസ് പോവും എന്നുള്ളതിന് ഗോ ആണ് വേർബ് അല്ലേ? ഈ ബസ് എത്ര ബസ്സുണ്ട്? ഒരു ബസ്സല്ലേ ഉള്ളൂ. അപ്പോൾ എസ് വേണം. ദിസ് ബസ് ഗോസ് ടു തൃശ്ശൂർ. തൃശ്ശൂരിലേക്ക്. ആ ലേക്ക് എന്നുള്ളതിന് നമ്മൾ മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷ് വരുമ്പോൾ ടു എന്നുള്ള പ്രപ്പോസിഷനാണ് ഉപയോഗിക്കുക. ഇനി സിമ്പിൾ പ്രസൻറ്റ് ഉപയോഗിക്കുന്ന വേറൊരു കേസ്, ഒരു സീരീസ് ഓഫ് ആക്ഷൻസ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മളതിനെ സിമ്പിൾ പ്രസൻറ്റിലാണ് പറയുക. ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ രാവിലെ എല്ലാ ദിവസവും എണീറ്റ് ബ്രഷ് ചെയ്യും. അപ്പോൾ ഐ വേക്ക് അപ്പ് ഇൻ ദ മോർണിംഗ്. രാവിലെ എഴുന്നേൽക്കുക എന്നുള്ളതിന്, എണീക്കുക എന്നുള്ളതിന് സ്റ്റാൻഡപ്പ് എന്നാണ് പറയുമെങ്കിലും ഉണരുക എന്നുള്ള അർത്ഥത്തിൽ വേക്കപ്പ്. വേക്കല്ല, വേക്കപ്പ്. അത് ഒരുമിച്ച് വരുന്നതാണ്. ഇത് പഠിച്ചു വെക്കേണ്ട ഒരു സംഭവമാണ് കേട്ടോ. ഐ വേക്കപ്പ്. വേക്സ് അപ്പ് അല്ല. അതെന്തുകൊണ്ടാണ്? ഐ സിംഗുലറാണ്. പക്ഷെ ഐ വരുമ്പോൾ നമ്മൾ ഒരിക്കലും എസ് ചേർക്കില്ല, നേരത്തെ പറഞ്ഞില്ലേ. അപ്പോൾ അതുകൊണ്ട് ഐ വേക്കപ്പ് എപ്പോഴാണ്? ഇൻ ദ മോർണിംഗ്. ആൻഡ്, ഒരു ആൻഡ് ഉപയോഗിച്ച് നമുക്ക് അടുത്ത കാര്യം പറയാം. എന്താ? ഞാൻ ബ്രഷ് ചെയ്യും. ആൻഡ് ഐ ബ്രഷ് ചെയ്യുന്നതിന് എന്താ പറയുക? ബ്രഷ് മൈ ടീത്ത്. ഐ വേക്കപ്പ് ഇൻ ദ മോർണിംഗ് ആൻഡ് ബ്രഷ് മൈ ടീത്ത്. ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുമ്പോൾ നമുക്ക് സിമ്പിൾ പ്രസൻറ്റ് യൂസ് ചെയ്യാം. പ്രസൻറ്റ് കണ്ടിന്യൂസും പലപ്പോഴും നമ്മൾ യൂസ് ചെയ്യും. പക്ഷേ സിമ്പിൾ പ്രസൻറ്റിൽ നമുക്ക് ഇൻസ്ട്രക്ഷൻസ് യൂസ് ചെയ്യാം. എങ്ങനെ? ഒരു ഉദാഹരണം നോക്കുക. നമ്മൾ ബസ്സിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പറയുകയാണ് ബസ് നിർത്തൂ. അതൊരു ഇൻസ്ട്രക്ഷനാണ്. നിർത്തൂ ബസ്. അപ്പോൾ എങ്ങനെയാണ്? നിർത്തൂ എന്നുള്ളതിന് എന്താ പറയുക? സ്റ്റോപ്പ്. സ്റ്റോപ്പ് ദ ബസ്. സ്റ്റോപ്പ് ദ ബസ്. അതൊക്കെ സിമ്പിൾ പ്രസൻറ്റിൽ സെൻറ്റൻസസ് ആണ്. അല്ലെങ്കിൽ ഇതിൻ്റെ വേറൊരു ഇൻസ്ട്രക്ഷൻ നോക്കാം. ഭക്ഷണം കഴിക്കൂ. കുട്ടീൻ്റെ അടുത്ത് നമ്മൾ പറയില്ലേ ഭക്ഷണം കഴിക്കൂ. എങ്ങനെയാണ് പറയുക? കഴിക്കൂ എന്നുള്ളതിനെ പറയുക ഈറ്റ്. ഈറ്റ് യുവർ ഫുഡ്. ഇനി ഈറ്റ് എന്നുള്ള ആ വേർഡിന് പകരം കുറച്ചുകൂടെ ബ്യൂട്ടിഫുൾ ആയൊരു വേർഡ് ഭക്ഷണം കഴിക്കുന്നതിന് ഹാവ് ആണ്. ഹാവ് യുവർ ഫുഡ്. ഈറ്റ് എന്നുള്ള അർത്ഥം തന്നെയാണ് ഹാവിനും വരുന്നത്. ഈറ്റ് എന്ന് പറയുന്നതിനേക്കാളും കുറച്ചുകൂടി ബ്യൂട്ടിഫുൾ ആണ് ഹാവ് എന്ന് പറയുമ്പോൾ. ഐ ആം ഹാവിങ് മൈ ഫുഡ് എന്നൊക്കെ പറയും. പക്ഷേ അത് സിമ്പിൾ പ്രസൻറ്റ് അല്ല കേട്ടോ. സിമ്പിൾ പ്രസൻ്റ് ആയിട്ട് എങ്ങനെ പറയാം? ഈറ്റ് യുവർ ഫുഡ്. ഹാവ് യുവർ ഫുഡ്. ഹാവ് ദ കോഫി. ഹാവ് ദ ലഞ്ച്. അല്ലെങ്കിൽ ഹാവ് ദ ബിസ്ക്കറ്റ്സ്. ഇങ്ങനെയൊക്കെ പറയാം. ഇനി സിമ്പിൾ പ്രസൻറ്റിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഞാൻ പറയാം. അപ്പോൾ നിങ്ങൾ സ്വന്തമായിട്ട് അതൊന്ന് സിമ്പിൾ പ്രസൻറ്റിൽ ഇംഗ്ലീഷ് സെൻറ്റൻസ് ആക്കി മാറ്റാൻ നോക്കുക. എന്നിട്ട് ഞാൻ പറയുന്ന ഉത്തരം വെച്ചിട്ട് കമ്പയർ ചെയ്യുക ശരിയാണോ എന്ന്. എന്നിട്ട് തെറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ടാണ് തെറ്റിയെന്ന് എന്തായാലും മനസ്സിലാക്കുക. കാരണം ആ തെറ്റ് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്കത് പിന്നീട് അത് വരുത്താതെ നോക്കാൻ പറ്റുള്ളൂ. അപ്പോൾ തുടങ്ങാം അല്ലേ? അപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ട് ചോദിക്കുകയാണ്, ഇയാൾ ഒഴിവ് സമയത്ത് എന്താ ചെയ്യുക? അപ്പം ഞാൻ ഒഴിവ് സമയത്ത് ബുക്കൊക്കെ വായിക്കുന്നങ്ങ് അടിച്ചു വിടാം. ഞാൻ ബുക്സ് വായിക്കുന്ന എങ്ങനെയാണ് പറയുക? ഞാൻ വായിക്കും. എങ്ങനെ പറയുക? റീഡ്.
റീഡ്സ് ആണോ? അല്ല, അതിൻ്റെ കൂടെ എസ് വരില്ല കേട്ടോ. അത് അങ്ങനെ അഥവാ ആരെങ്കിലും ഉത്തരം അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം. ഐ റീഡ്. എന്താണ് വായിക്കുക? പുസ്തകങ്ങൾക്ക് എന്താ പറയുക? ബുക്സ്. ഐ റീഡ് ബുക്സ്. അപ്പം നമ്മൾ വീക്കെൻഡൊക്കെ ആയി എന്ന് വിചാരിക്കുക, ഫ്രൈഡേ ആയി. അപ്പം നമ്മുടെ ഫ്രണ്ട് ചോദിക്കുക, എങ്ങനെയാണ് പോണത് നാട്ടിലേക്ക്? അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ബസ്സിലാണ് പോവുക. അങ്ങനെയാണ് പറയുക, ബസ്സിലാണ് പോവാന്ന് നമ്മൾ മലയാളത്തിൽ പറയുമെങ്കിലും ശരിക്കും എന്താണ് അവിടെ വേർബ് വരുന്നത്? ഞാൻ ബസ്സിലാണ് യാത്ര ചെയ്യുക, അല്ലേ? അപ്പോൾ ഞാൻ എന്നുള്ളതിന് ഐ. യാത്ര ചെയ്യുന്നതിന് എന്താ പറയുക? ട്രാവൽ. ഐ ട്രാവൽ ആണോ ട്രാവൽസ് ആണോ? ഐൻ്റെ കൂടെ എപ്പോഴും ട്രാവൽസ് അല്ല. ഐ ട്രാവൽ ബൈ ബസ്. ഈ ബസ്സിൽ എന്ന് വരുമെങ്കിലും ഇൻ ബസ് അല്ല, അതൊന്ന് ശ്രദ്ധിക്കണം. നമ്മൾ പലപ്പോഴും സംസാരിക്കുമ്പോൾ ഐ ട്രാവൽ ഇൻ ബസ് എന്ന് പറയാനൊരു ടെൻഡൻസി ഉണ്ട്. പക്ഷേ അത് ഐ ട്രാവൽ ബൈ ബസ്സാണ്. അത് ബൈ ഹാർട്ട് പഠിക്കേണ്ട ഒരു ഫ്രേസ് തന്നെയാണ്, ബൈ ബസ്. ഐ ഗോ ബൈ ബസ് എന്ന് എപ്പോഴും പറയാം. ഐ ട്രാവൽ ബൈ ബസ്. ഇന്ത്യ ഒരു മതേതര രാഷ്ട്രമാണ്. ഈ മതേതര രാഷ്ട്രം എന്നെങ്ങനെയാണ് പറയാം? സെക്യുലർ സ്റ്റേറ്റ്. മതേതര രാഷ്ട്രത്തിന് സെക്യുലർ സ്റ്റേറ്റ്. ഇന്ത്യ ഒരു മതേതര രാഷ്ട്രമാണ്. അപ്പോൾ നമ്മൾ സെൻറ്റൻസിൽ ആദ്യം ആരെക്കുറിച്ചാണ് പറയണത്? ഇന്ത്യ. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുക ഇന്ത്യ. ഇനി ഒരു മതേതര രാഷ്ട്രമാണ്. ആണ് എന്നുള്ളതാണ് ഇവിടെ വേർബ്. അങ്ങനെയുള്ളൊരു അവസ്ഥയിലാണ്, അല്ലാതെ വേറെ വേർബില്ലല്ലോ. ഈറ്റോ ടോക്കോ റീഡോ പോലത്തെ ഒരു വേർബില്ല. ഇവിടെ ഇസ് ആണ് വേർബ്. അപ്പോൾ എങ്ങനെയാണ് പറയുക? നമ്മൾ ആരാന്ന് കഴിഞ്ഞിട്ട് പിന്നെ വേർബാണ് വരേണ്ടത്. ഇന്ത്യ ഇസ് എ സെക്യുലർ സ്റ്റേറ്റ്. ഇന്ത്യ ഇസ് എ സെക്യുലർ സ്റ്റേറ്റ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പലരും സംസാരിക്കുമ്പം ഇന്ത്യ ഈസ് എന്ന് പറയും. നമ്മൾ പണ്ട് പാടി പഠിച്ചതിൻ്റെ ഒരു പ്രശ്നമാണ്. പക്ഷേ ഇന്ത്യ ഈസ് എന്ന് പറയാണ്ട് ഇസ്, അത് ഷോർട്ടായിട്ട് പറഞ്ഞാൽ മതി. പിന്നെ എ എന്ന് പറയില്ല, ഇന്ത്യ ഇസ് എ സെക്യുലർ സ്റ്റേറ്റ്. നമ്മൾ സംസാരിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ കുറച്ചുകൂടെ ബ്യൂട്ടിഫുൾ ആവും നമ്മൾ പറയണത് കേട്ടോ. ഇവിടെ ഇസ് ആണ് വേർബ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ത്യയും അമേരിക്കയും സെക്യുലർ സ്റ്റേറ്റ്സ് ആണ്. ഇതെങ്ങനെയാണ് പറയുക? ഇന്ത്യ ആൻഡ് അമേരിക്ക ഈസ് ആണോ ആർ ആണോ? രണ്ടാൾക്കാരുള്ളപ്പം ആറാണ് വരിക കേട്ടോ. ഒരാളുള്ളപ്പോഴാണ് എസ് വരിക. അപ്പോൾ ഇന്ത്യ ഇസ് എ സെക്യുലർ സ്റ്റേറ്റ്, ഇന്ത്യ ആൻഡ് അമേരിക്ക ആർ. അപ്പോൾ എ സെക്യുലർ സ്റ്റേറ്റ് അല്ലല്ലോ, ആർ സെക്യുലർ സ്റ്റേറ്റ്സ് പ്ലൂറലായതുകൊണ്ട്. ഇന്ത്യ ആൻഡ് അമേരിക്ക ആർ സെക്യുലർ സ്റ്റേറ്റ്സ്. ഇനിയിപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷൻ നിൽക്കാം. അപ്പോൾ ആരെങ്കിലും നമ്മുടെ അടുത്ത് ചോദിക്കുകയാണ്, അടുത്തുള്ള ആൾ, ട്രെയിൻ എപ്പോഴാണ് വരിക? അപ്പോൾ നമ്മൾ പറയാം, നമുക്ക് അറിയാം എപ്പോഴാണ് വരിക എന്ന്, 10 മണിക്കാണ് വരിക. അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞു കൊടുക്കുക? ട്രെയിൻ 10 മണിക്ക് വരും. ഇതെങ്ങനെ പറയും? ആദ്യം ഒന്ന് സ്വയം ചെയ്ത് നോക്കൂ. ദ ട്രെയിൻ. വരിക എന്നുള്ളതിന് കം എന്നാണ് പറയുക. പക്ഷെ ട്രെയിൻ വരുന്നതിന് ട്രെയിൻ എത്തിച്ചേരുക എന്നാണ് ശരിക്കുള്ള പ്രയോഗം, അല്ലേ? വരിക എന്നല്ലല്ലോ പറയുക. ട്രെയിൻ ഇത്ര മണിക്ക് എത്തിച്ചേരും എന്നല്ലേ നമ്മൾ അനൗൺസ്മെൻ്റ് ഒക്കെ കേൾക്കുക. അപ്പോൾ എത്തിച്ചേരുക എന്നുള്ളതിന് ഇംഗ്ലീഷിലെ വേർഡ് എന്താ? അറൈവ്. ദ ട്രെയിൻ. ഇനിയുള്ള ക്വസ്റ്റ്യൻ, അറൈവ് ആണോ അറൈവ്സ് ആണോ? ദ ട്രെയിൻ. എത്ര ട്രെയിനാണ്? ഒരു ട്രെയിൻ, അല്ലേ? ദ ട്രെയിൻ അറൈവ്സ് അറ്റ് 10 AM. ടൈം എപ്പോഴും അറ്റ് വെച്ചാൽ പറയാം. ഇത്ര മണിക്ക് എന്നുള്ളതിന് അറ്റ്. ദ ട്രെയിൻ അറൈവ്സ് അറ്റ് 10 AM. പക്ഷേ ഈ ട്രെയിനൊരു പ്രശ്നമുണ്ട്. എന്താണെന്നറിയോ? ഈ ട്രെയിൻ ഇടയ്ക്കിടയ്ക്ക് ലേറ്റ് ആവും. അപ്പോൾ നമ്മളെങ്ങനെയാണ് പറയുക? ഈ ട്രെയിൻ ഇടയ്ക്ക് ലേറ്റ് ആവും എന്നെങ്ങനെയാണ് പറയുക? ദിസ് ട്രെയിൻ. ഇടയ്ക്കിടയ്ക്ക് എന്നുള്ളതിൻ്റെ അർത്ഥം എന്താ? സംടൈംസ്. അപ്പോൾ ആദ്യം ട്രെയിൻ പറഞ്ഞു കഴിഞ്ഞിട്ട് അതിന് കഴിഞ്ഞിട്ട് വേർബല്ലേ വരേണ്ടത്. വേർബ് എന്താ ഇവിടെ വരിക? ആവും എന്നുള്ളതൊക്കെ വരുമ്പോൾ വേർബ് ഇസ് ആണ്. ദ ട്രെയിൻ ഇസ് സംടൈംസ് ലേറ്റ്. ഇടയ്ക്ക് ലേറ്റ് ആവും. ദ ട്രെയിൻ ഇസ് സംടൈംസ് ലേറ്റ്. ഇനി ട്രെയിൻ എപ്പോഴും ലേറ്റ് ആണെങ്കിൽ നമ്മളെങ്ങനെയാണ് പറയുക? ദ ട്രെയിൻ ഇസ് ഓൾവേസ് ലേറ്റ്. എപ്പോഴും എന്നുള്ള അർത്ഥത്തിൽ ഓൾവേസ്. ദ ട്രെയിൻ ഇസ് ഓൾവേസ് ലേറ്റ്. ഈ ട്രെയിൻ ഇടയ്ക്കിടയ്ക്ക് ലേറ്റ് ആവും. അങ്ങനെ പറയുക? ദ ട്രെയിൻ ഇസ് ഓഫൻ ലേറ്റ്. OFTEN. അതിൽ ടി സൈലൻ്റ് ആണ്. ഓഫൻ ലേറ്റ്. ദ ട്രെയിൻ ഇസ് ഓഫൻ ലേറ്റ്. ട്രെയിൻ ഒരിക്കലും ലേറ്റ് ആവാറില്ല. ഇതൊരു ഭയങ്കര നല്ല ട്രെയിനാണ്. അപ്പോൾ എങ്ങനെ പറയും? ഒരിക്കലും ലേറ്റ് ആവില്ല എന്ന്. ദ ട്രെയിൻ ഇസ് നെവർ ലേറ്റ്. നെവർ അതാണ് ഒരിക്കലും. ദ ട്രെയിൻ ഇസ് നെവർ ലേറ്റ്.
അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒന്ന് റീക്യാപ്പ് ചെയ്യാം, ഒന്ന് റിവൈസ് ചെയ്യാം. ആദ്യം നമ്മൾ പഠിച്ചത് എങ്ങനെയാണ് ഒരു സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ വരിക എന്ന്. ആദ്യം ആരാണ് ചെയ്യുന്നത്, പിന്നെ എന്താണ് ചെയ്യുന്നത്, പിന്നെ അതിൻ്റെ ഡീറ്റെയിൽസ് പറയാം അല്ലേ. ഐ, യു, വി, ഹി, ഷീ, രാജു, രാമു, രാധ, രാജു ആൻഡ് രാമു, ഇതൊക്കെയാണ് ആദ്യം വരിക. പിന്നെന്താ വരിക? വേർബ്. അവരെന്ത് ചെയ്തു എന്ന്. ടോക്ക്, വാക്ക്, ക്രൈ, സിറ്റ്, ലോഫ്, അറൈവ്, ഗോ, ഇങ്ങനത്തെ വാക്കുകളാണ് വേർബായിട്ട് വരുന്നത്. ഇനി ഇത് എന്ത് ചെയ്തു എന്നുള്ളത് നമ്മൾ എങ്ങനെ പറയുക? എസ് ചേർക്കണോ ചേർക്കണ്ടോ എന്നുള്ള റൂൾ എന്താണ്? കുറേ ആൾക്കാരുണ്ടെങ്കിൽ, ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ എസ് വേണ്ട. സിംഗുലറിന് എസ് വേണം. അതങ്ങനെ ആലോചിച്ചാൽ മതി. സിംഗുലർ എസ്. അപ്പോൾ ഐ സിംഗുലർ ആണെങ്കിൽ സ്പെഷ്യൽ കേസാണ്, അത് തെറ്റിപ്പോരുത്. രാജു ഗോസ്, രാമ ഗോസ്, ലത ഗോസ്, ലത ആൻഡ് രാമു ഗോ. അപ്പോൾ അത് മനസ്സിലായി എന്ന് വിചാരിക്കണു. പിന്നെ നമ്മൾ പഠിച്ചത് നെവർ എന്ന് വെച്ചാൽ ഒരിക്കലും, റെയർലി എന്ന് വെച്ചാൽ വല്ലപ്പോഴും, സം ടൈംസ് എന്ന് വെച്ചാൽ ഇടയ്ക്ക്, ഓഫൻ എന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക്, പിന്നെ ഓൾവേസ് എന്ന് വെച്ചാൽ എപ്പോഴും. അപ്പോൾ ഈ ഓർഡറിൽ അത് പഠിക്കണം. അത് ഫ്രീക്വൻസിയുടെ ഒരു ഓർഡറാണ്. പിന്നെ നമ്മൾ എന്താ പഠിച്ചത്? ബസ്സിൽ ട്രാവൽ ചെയ്യുമ്പം ട്രാവൽ ഇൻ ബസ് അല്ല, ട്രാവൽ ബൈ ബസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ.